ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന 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 കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ എന്നും സ്നേഹത്തോടെ കരുതുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ കരുണയുടെയും മണിക്കൂറിൽ ഈശോയുടെ തിരുസന്നദ്ധിയിലായിരിക്കുവാൻ തീരുമാനമെടുത്ത് ഇനി ആരാധനയിൽ ഞാൻ പങ്കുചേരുമ്പോൾ എൻ്റെ സ്നേഹത്തെ ഈശോ കാണുന്നുണ്ട്. എൻ്റെ ഓരോ പരിശ്രമത്തെയും ഈശോ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ ഓരോ വേദനകളെയും എൻ്റെ ഓരോ കണ്ണുനീരിനെയും അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. ഈശോയുടെ തിരുസന്നദ്ധിയിൽ എൻ്റെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നില്ല. ഈശോയുടെ തിരുസന്നദ്ധിയിൽ എൻ്റെ കണ്ണുനീരിന് വിലയില്ലാതാവുന്നില്ല. ഈശോയുടെ തിരുസന്നദ്ധിയിൽ ഞാൻ വിസ്മരിക്കപ്പെടുന്നില്ല. പക്ഷെ എല്ലാറ്റിലും ഉപരി കർത്താവ് അളന്നു നോക്കുന്ന ഒരേ ഒരു കാര്യം, ഞാൻ എത്രമാത്രം എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമാണ്. എല്ലാറ്റിൻ്റെയും അവസാനം പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വിധിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. കർത്താവ് ഉരച്ചു നോക്കുന്ന ഒരേ ഒരു കാര്യം സ്നേഹമാണ്. എനിക്ക് എൻ്റെ കർത്താവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മാത്രമാണ് കർത്താവ് അന്വേഷിക്കുന്നതും ചകയുന്നതും ഉരച്ചു നോക്കുന്നതുമൊക്കെ. ഈ ഒരു ദിവസത്തിൽ 3 മണി നേരം ദിനതിരക്കുകളെല്ലാം മാറ്റിവെച്ച് തിരക്കുകൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും സ്നേഹത്തോടും ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടെ ഈശോയുടെ കൂടെയായിരിക്കാൻ നീ തീരുമാനിക്കുമ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. പ്രിയപ്പെട്ട ഒരാളുടെ കൂടെയായിരിക്കുവാൻ നമ്മളെല്ലാവരും ത്യാഗമെടുക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഞാൻ ത്യാഗങ്ങളെടുക്കും, ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കും, പല തീരുമാനങ്ങളെടുക്കും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഈശോയുടെ കൂടെയായിരിക്കാൻ, ആ കർത്താവിൻ്റെ കാരുണ്യം ഒന്ന് അനുഭവിക്കാൻ, ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഈശോ എനിക്ക് തരുന്ന ആ ഒരു ആശ്വാസവും സ്നേഹവും ഒന്ന് അനുഭവിക്കാൻ ഈ ഒരു സമയം ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ എൻ്റെ സ്നേഹം കാണുന്നുണ്ട്. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, നീ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ഈശോ എന്നോട് ചോദിക്കും. ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചത് കുരിശിൽ കൈകൾ വിരിച്ചാണെന്ന്. പക്ഷെ ഞാൻ എങ്ങനെ എൻ്റെ ഈശോയെ സ്നേഹിച്ചത്? ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചത് ഈശോയുടെ കൂടെ ഇരുന്നു കൊണ്ടാണ്. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചത് ഈശോയെ ഓരോ നിമിഷം ഈശോയോട് കൂട്ടുകൂടിക്കൊണ്ടാണ്. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചത് ചുറ്റുമുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചത് ചുറ്റുമുള്ളവരിൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചു സ്നേഹിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 63 8 തിരുവചനം നമ്മോട് പറയുന്നു, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 91 നമ്മൾ വായിക്കുന്നൊരു കാര്യം ഇതാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, ഈശോയുടെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ, ഈശോയുടെ ആ വാത്സല്യം നുകരണമെങ്കിൽ, ഈശോ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോയോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക. ഈശോയോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക. അവിടെ തന്നെ താങ്ങി നിർത്തും, അവിടെ തന്നെ രക്ഷിക്കും. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു പരാതിയുടെ പൊള്ളത്തരം എന്താണ്? ഈശോയെ സ്നേഹിക്കുവാൻ ഞാൻ ത്യാഗം എടുക്കില്ല, പക്ഷെ എന്നെ സ്നേഹിക്കാൻ ഈശോ ത്യാഗം എടുക്കണം. ഈശോയെ സ്നേഹിക്കാൻ, ഈശോയോട് കൂട്ടുകൂടാൻ, ഈശോയുടെ കൂടെയായിരിക്കാൻ ബുദ്ധിമുട്ടാൻ ഞാൻ റെഡിയല്ല. പള്ളിയിൽ ഒരു 5 മിനിറ്റ് നേരത്തെ പോകാൻ, കുരിശ് വരയ്ക്കുമ്പോൾ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ഇരുന്ന് പ്രാർത്ഥിക്കാൻ,
ഇന്നത്തെ ദിവസം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ത്യാഗമെടുക്കാൻ, ഒരു മിഠായി വേണ്ടെന്ന് വെക്കാൻ, ഒരു ഐസ്ക്രീം വേണ്ടെന്ന് വെക്കാൻ, ഒരു സിനിമ വേണ്ടെന്ന് വെക്കാൻ, ഇന്നത്തെ ദിവസം കർത്താവിനെ പ്രതി ഒരു 5 മിനിറ്റ് നേരത്തെ ഉണർന്നെണീക്കാൻ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പോലും ഒരു രഹസ്യം കൊന്ത ചെല്ലാൻ, അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണം കിട്ടുമ്പോൾ അതൊന്ന് കഴിക്കാൻ ഞാൻ ത്യാഗമെടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ ഈശോ റെഡി ആയിക്കൊള്ളണം. ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ജോലി തരണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കണം, ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ കാര്യങ്ങൾ നിൽക്കണം, ഞാൻ പറയുന്നത് പോലെ എൻ്റെ മക്കൾ കേൾക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മാതാപിതാക്കൾ പെരുമാറണം. എൻ്റെ ഈശോ എന്നോട് ചോദിക്കും, നീ എന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നേ കുഞ്ഞെ, നീ എന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? ഈശോനോട് ചോദിക്കുന്ന ചോദ്യം അതാ. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി ത്യാഗമെടുക്കാതെ, ഈശോയെ സ്നേഹിക്കാതെ, ഈശോയെ കൊണ്ട് കൂട്ടുകൂടാതെ, ഈശോയ്ക്ക് കൂട്ടിരിക്കാതെ എങ്ങനെയാണ് കർത്താവ് എന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് സാധിക്കുക? നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂട്ടാണ്. നമ്മുടെ സ്നേഹം ഈശോയും ആഗ്രഹിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിന് ശേഷം, സ്വീകരിച്ചതിന് ശേഷം ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ചങ്കു തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റട്ടെ. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, ഈ അപ്പത്തിലേക്ക് നോക്കി, എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കൂടെ ആയിരിക്കാൻ ഇത്രയേറെ ത്യാഗമെടുത്ത്, ഇത്രയേറെ വിട്ടു തന്നുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിലായിരിക്കുന്ന എൻ്റെ ഈശോയെ നോക്കി ജീസസ് ഐ ലവ് യു എന്ന് പറയാൻ എനിക്ക് പറ്റണം. ഈശോയെ നോക്കിക്കൊണ്ട് പറയണം, ഈശോയെ ഒത്തിരി വേദനയുണ്ട്, കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ട്, ഞാൻ പലതരത്തിൽ വീണു പോകുന്നുണ്ട്. എങ്കിലും എൻ്റെ ഈശോ എനിക്ക് ഒരു കാര്യം അറിയാം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചങ്കത്ത് കൈവച്ച് ഈശോയെ നിന്നോട് പറയും, ജീസസ് ഐ ലവ് യു. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസിനോട് ഈശോ ചോദിച്ചില്ലേ, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് കർത്താവ് കുറ്റപ്പെടുത്തുവല്ല ചെയ്തു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് തന്നെ ഇട്ടിട്ട് പോയവനോട് കർത്താവ് വിധിവാചകം ഉച്ചരിക്കുകയല്ല ചെയ്തു. കർത്താവ് ചോദിച്ചു, പത്രോസേ, ഇവരെക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്, എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്, എനിക്ക് ദാഹിക്കുന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ മരിച്ചത് നിനക്ക് വേണ്ടിയാണ്, ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാൻ, നിന്നെ പാപത്തിൻ്റെ കരങ്ങളിൽ നിന്നും മരണത്തിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഞാൻ വന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ നീ എന്നെ വിളിക്കുകയുള്ളൂ, നിനക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ നീ എന്നെ ഓർക്കുന്നുള്ളൂ, നിനക്കൊരു സങ്കടം വരുമ്പോൾ മാത്രമേ നീ എന്നിലേക്ക് തിരിയത്തുള്ളൂ, നിനക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ മാത്രമേ ത്യാഗമെടുക്കാൻ നിനക്ക് തോന്നുകയുള്ളൂ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രതിഫലം അർഹിക്കാത്ത ഒരു സ്നേഹപ്രകടനം എൻ്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാകും. എൻ്റെ ഈശോ, എനിക്കൊന്നും വേണ്ട, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനൊരു അരമണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് യാതൊരു പ്രതിഫലവും വേണ്ട, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എനിക്കിന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നുക. കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എനിക്കിന്ന് ഒരു അരമണിക്കൂർ ആരാധനയ്ക്കിരിക്കാൻ തോന്നുക, ചാപ്പലിരിക്കാൻ തോന്നുന്നു, ഒരു കൊന്ത ചെല്ലാൻ തോന്നുന്നു, ഒരു ബൈബിള് വായിക്കാൻ തോന്നുന്നു. കർത്താവേ, എനിക്ക് സിനിമ കാണണമെന്ന്, ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന്, ഒരു മിഠായി കഴിക്കണമെന്ന്, ചിക്കൻ കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയെ ഞാനത് വേണ്ടെന്ന് വെക്കുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, ഐ ജസ്റ്റ് ലവ് യു. നിന്നോട് സ്നേഹം, നിനക്കുള്ള സ്നേഹം തരാൻ വേണ്ടി മാത്രം ഈശോയെ ഞാനത് ചെയ്യുക എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ സ്നേഹത്തിൽ പ്രതിഫലങ്ങൾ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ സ്നേഹത്തിൽ തിരിച്ച് കിട്ടണമെന്നുള്ള റിവാർഡ്സ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അപ്രീസിയേഷൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ സ്നേഹം ഞാൻ കച്ചവടമാക്കുക, എൻ്റെ സ്നേഹം എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥതയുടെ ഇടങ്ങളാകുക. പലപ്പോഴും സ്വാർത്ഥതയോടെയാണോ നീ ദൈവത്തെ സമീപിക്കുന്നത്? നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി, നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നീ ദൈവത്തെ സമീപിക്കുന്നത്? അതോ അതിലൊന്നും പെടാതെ ജസ്റ്റ് പച്ചയായ സ്നേഹം ഈശോയോട്, ഒന്നും വേണ്ട കർത്താവേ, നിന്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി, നിന്റെ വചനങ്ങളൊന്ന് കേട്ടാൽ മതി, ശാന്തമായിരുന്ന് നിന്റെ മാറിലൊന്ന് തല ചായ്ച്ചിരിക്കാൻ സാധിച്ചാൽ മതി, എനിക്ക് ആ സ്നേഹമൊന്ന് അനുഭവിക്കാൻ പറ്റിയാൽ മതി. എൻ്റെ കർത്താവ് എന്നെ വാരിപ്പിണർന്നുകൊണ്ട് പറയും, പ്രിയ കുഞ്ഞെ, നീ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും.
നീ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ. കർത്താവ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, സ്വാർത്ഥതയിലോ നേട്ടത്തിലോ കോട്ടത്തിലോ അല്ലെങ്കിൽ നീ നിന്റെ പ്രാർത്ഥനകളിലോ നിന്റെ ത്യാഗങ്ങളിലോ എന്നല്ല, നിനക്കുള്ള സ്നേഹത്തിൽ നീ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ചങ്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പരാതികളോ പരിഭവങ്ങളോ കൂടാതെ, ആവശ്യങ്ങളോ അധികാര പ്രയോഗങ്ങളോ കൂടാതെ, പിടിവാശികളോ ദേഷ്യമോ കൂടാതെ ഈശോയോടുള്ള സ്നേഹം മാത്രം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയോട് കൂടിയായിരിക്കാൻ നമുക്ക് പറ്റട്ടെ. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീസസ്, ഐ ലവ് യു. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഈശോയെ, നീ എന്നെ സ്നേഹിക്കും പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കൊതിയാകുന്നു. നിന്റെ സ്നേഹത്തിൽ മുങ്ങി താഴുവാൻ എനിക്ക് കൊതിയാകുന്നു. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ജീസസ്, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. ഈശോവേ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടിക്കേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും. മുട്ടോളമല്ല കർത്താവേ, അരയോളം പോരാ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായി. പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് പാടാം. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയത്തോടെ കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാൻ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ഈശോയോടുള്ള സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടും ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,